ഇന്ന് നമുക്കൊരു പിക്കപ്പ് കിട്ടിയിട്ടുണ്ട്. അതിന് ആൻഡ്രോയിഡ് സെറ്റ് വെക്കാൻ വേണ്ടിയാണ്. അപ്പം ഓൾറെഡി ഈ പിക്കപ്പിന് നമുക്ക് ഫാനുള്ള മോഡലിനാണെങ്കിൽ ഈ ഇതുണ്ട്. ഇതിപ്പം ഇപ്പോൾ വരുന്നതിനകത്തെല്ലാം സെറ്റിൻ്റെ ലൈനൊക്കെ കണക്ഷൻ ഉണ്ട്, സെറ്റിൻ്റെ സ്പീക്കറിൻ്റെ ലൈനുണ്ട്. അപ്പം അത് ബാക്കി ഇവിടുന്ന് വയറിങ്ങിൽ നിന്നും കട്ട് ചെയ്യാതെ എങ്ങനെ എടുക്കാമെന്നുള്ളത് കാണിച്ചു തരും. പിക്കപ്പാണ് ബൊലേറോ മാക്സ് പിക്കപ്പ്. ഇതിനകത്ത് ഓൾറെഡി ഇത് AC ഇല്ല, ഫാനായിട്ട് വരുന്നുണ്ട്. ഓൾറെഡി ഇതിനകത്ത് നമ്മൾ ഇതെല്ലാം അഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആൻഡ്രോയിഡിൻ്റെ കണക്ഷൻസ് എല്ലാം വരുന്നുണ്ട്. അതായത് ഇതിനകത്ത് വയറിംഗ് എല്ലാം സ്പീക്കർ ലൈൻ എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ സ്പീക്കർ ലൈൻ കമ്പനി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിലെ ബാക്കിലെ 2 ലൈനിൻ്റെ ഇതിട്ടിട്ടുണ്ട്. ഇതിങ്ങനെയായിരിക്കും, ഈ കപ്ലർ വരെ ഉള്ളായിരിക്കും. ഞാനിപ്പോൾ ഇവിടുന്ന് വേറെ ഈ കപ്ലർ ഇട്ടിട്ട് നേരെ ഇവിടുന്ന് ഇങ്ങോട്ടും ഈ സ്പീക്കർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ലൈൻ എടുത്ത് അപ്പുറം കൊടുക്കും. കാരണം കുറച്ച് ഡാമ്പി ഷീറ്റ് വെച്ച് ഇവിടെ ഒട്ടിച്ചേക്കുന്നതാണ്. സ്ലീവ് ഇട്ടിട്ട് ഇതിന് ഡാമ്പി ഷീറ്റ് ഇവിടെ ഒട്ടിച്ചേക്കുന്നതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ജാക്കി സാധനങ്ങളൊക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ നോർമൽ വയറിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഷോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഇത്തിട്ട് വെയിറ്റ് വെച്ചെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റൽ വന്ന് വീണാലോ പിന്നെ വേറെ കംപ്ലയിൻറ്റുകളൊന്നും വരത്തില്ല. അതിന് വേണ്ടിയാണെങ്കിൽ സ്ലീവ് ഇട്ട് ഇതുപോലെ അങ്ങോട്ട് നീങ്ങി പോകാത്ത രീതിയിൽ ഡാമ്പി ഷീറ്റൊക്കെ ഒട്ടിച്ച് ഇവിടെ സീറ്റ് ഞാൻ അയച്ചിട്ടുണ്ട്. സീറ്റ് കയറ്റി വെക്കുമ്പോൾ ഈ സാധനം കാണത്തില്ല കേട്ടോ. ഇതുപോലെ വയറിംഗ് ഒന്നും കട്ട് ചെയ്യാതെ ഇതുപോലെ കപ്ലർ ഇട്ട് വേണം കൊടുക്കാൻ വേണ്ടി. കാരണം ഇപ്പം എല്ലാവരും വയറിംഗ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒരു സാധനം പോലും കട്ട് ചെയ്യാതെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ സെറ്റിൻ്റെ ലൈൻ ഓൾറെഡി ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഈ സ്റ്റിയറിങ്ങിൻ്റെ താഴത്തെ ഈ കപ്ലർ ഇതങ്ങ് അഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് സ്റ്റീരിയോക്കുള്ള ലൈൻ കിടക്കുന്നത്. ഇത് സ്പീക്കറിൻ്റെ ലൈൻ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇവിടുന്നും നമ്മൾ കപ്ലർ ഇട്ട് സ്റ്റീരിയോയിലോട്ട് കണക്ട് ചെയ്താൽ മതി. ഇത് വേറെ എക്സ്ട്രാ AC ലൈൻ കിടക്കുന്നതാണിത്. ഇതുണ്ട്, ഈ 2 ലൈൻ എടുത്താൽ മതി. ഇതിനകത്താണ് ഓൾറെഡി സെറ്റിൻ്റെ പവറും സ്പീക്കർ ലൈൻ ഇവിടെ വന്ന് കിടക്കുന്നു. ഇവിടെ നമ്മൾ മേളിലോട്ട് ഒരു വയറ് വെച്ച് എടുത്തിട്ട് ഇവിടെ സെറ്റ് വെക്കാൻ വേണ്ടിയാണ്. അപ്പം ബാക്കിയുള്ള വീഡിയോ ഇനി കാണിച്ചു തരാം. വലിച്ചിട്ടുണ്ട്. ഇതിപ്പം എൻ്റെ ഇത്രയും വയറിംഗ് എല്ലാം ഒതുക്കി ഇങ്ങനെ സ്ലീവ് എല്ലാം ഇട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി ബാക്കി സ്പീക്കർ ലൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാമറയുടെ ലൈനോട് കൊടുത്താൽ മതി. സെറ്റ് വെക്കാൻ പോകുന്നത് ഈ കമ്പനിയുടെ സെറ്റാണ്, ഏതൻസിൻ്റെ സെറ്റാണ്. പാനലെല്ലാം ഉണ്ട്. പാനൽ വേറെ, ഈ പാനലാണ് കമ്പനി വരുന്നത്. ഈ പാനലങ്ങ് മാറിയിട്ട് ഈ പാനൽ വെച്ചാൽ മതി. അതാണ് പാനൽ വെക്കുന്നത്. നമ്മുടെ സെറ്റെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ഔട്ട് വരുന്നത്. സ്പീക്കർ ദേവിടിയാണ് വരുന്നത്. ഗ്രില്ലൊക്കെ വെച്ചാണ് വെച്ചിരിക്കുന്നത്. സീറ്റ് കയറണം. സെറ്റ് വെച്ചിട്ടുണ്ട്. ക്യാമറ എല്ലാം ഓക്കെയാണ്. എല്ലാം ഓക്കെയാണ്. നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറ, HD ക്യാമറ. ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഉള്ള മോഡാണിത്. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ, പാർക്ക് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ മോഡൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഇത് ഇങ്ങനത്തെ ക്യാബിൻ ബോഡി ആയതുകൊണ്ട് ഇപ്പോൾ വണ്ടിയുടെ ഈ സെറ്റ് വെക്കാനും ക്യാമറ വെക്കാനും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിൻ ബോഡി ആയതുകൊണ്ട് ബാക്ക് കാണത്തില്ല. ഇപ്പം ഇത്രയും വലിയ ക്യാബിനായതുകൊണ്ട് ഇതിന് ബാക്ക് കാണത്തില്ല. ബാക്ക് കാണാത്തതുകൊണ്ടാണ് ഇതുപോലെ ക്യാമറ വെക്കാൻ തന്നെ കാരണം. ഓക്കെ.